നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത ഡിവൈഎസ്പി ശ്രീ അനിൽകുമാറിന്റെ വീട്ടിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം അറിയാം, അവിടെ ചേർത്തലയിൽ മലിനജലം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികൾക്കാരൻ്റെ കയ്യിൽ നിന്നും 2 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും അത് ഒരുമിച്ച് തരാൻ കഴിയില്ലെങ്കിൽ പലപ്പോഴായിട്ട് 25,000 രൂപ വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടെന്നും അതനുസരിച്ച് ആ പൈസ കൊണ്ട് കൊടുക്കുന്ന സമയത്താണ് ആ 25,000 രൂപ കൊണ്ടു കൊടുക്കാനായിട്ട് സമയത്താണ് വിജിലൻസ് സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അവിടെ വെച്ചുണ്ടായ മൽപ്പിടുത്തങ്ങളും മറ്റുള്ള കാര്യങ്ങൾ മൽപ്പിടുത്തം നടത്തുകയും അദ്ദേഹം കത്തി ഉപയോഗിച്ച് അവരെ ആക്രമിക്കാൻ ചെന്ന് അതിനുശേഷം വിജിലൻസുകാർ കീഴ്പ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നമസ്കാരം. എന്താണ് പേര്? രാജൻ. രാജൻ. അങ്ങയുടെ സമീപത്താണോ ഈ ഡിവൈഎസ്പി അനിൽകുമാർ സ്ഥലം മേടിച്ച് താമസിക്കുന്നത്? ആണ്. അദ്ദേഹം ഇവിടെ വന്ന് മേടിച്ച സ്ഥലമാണോ? മേടിച്ച സ്ഥലമാണ്. ശരി. വീട് വെപ്പൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ആളായി? ഉദ്ദേശം ഒരു 3-4 വർഷമാവും. ശരി. അദ്ദേഹം 4 വർഷമായിട്ട് ഇങ്ങനെ വീട് ഇപ്പൊ അവസാന സമയത്താണ് ഇപ്പൊ നിൽക്കുന്നത്. പണി തീരാതെ കിടന്നത്. അപ്പൊ കുറേശ്ശെ ഇങ്ങനെ പണിയായിരുന്നു. കുറേശ്ശെ പണിഞ്ഞ. അപ്പൊ എന്നാ പാലുകാച്ചൊക്കെ പറഞ്ഞായിരുന്നു? പാലുകാച്ച ഉടനെ ഉണ്ട്. മോനെങ്ങാണ്ട് വന്നെങ്കിലേ ഉള്ളു എന്ന് പറഞ്ഞു. മകൻ അവിടെ വളർന്ന പിള്ളേരാണോ? വളർന്ന പോലെ വെളിയിലെങ്ങാണ്ട് പഠിക്കുക. എത്ര പേരുണ്ട്? 2 ആൺപിള്ളേർ. രണ്ടുപേരും വെളിയിലാണോ പഠിക്കുന്നത്? ഒരാള് ഇവിടെ ഉണ്ട്. കൂടെ വരും. ഇവിടെ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യും. എത്ര പ്ലസ് 2 പഠിക്കുന്നു? പ്ലസ് 2 ശരി. ഇവിടെ നമ്മൾ പരിസരത്തൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ? പരിസരത്തൊക്കെ നല്ല സ്വഭാവമാണ്. പക്ഷെ ഇത്തരത്തില് കൈക്കൂലി വാങ്ങുന്നതായിട്ടൊന്നും അറിഞ്ഞായിരുന്നു ഇങ്ങനെ സംഭവം വാർത്ത വന്നത്? ഇങ്ങനെ എന്റെ മോൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ പിടിച്ചെന്ന്. ശരി. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ? ശരിയാണെന്ന് വെച്ചാ ശരിയല്ലല്ലോ. അപ്പൊ അങ്ങനെ ആരെങ്കിലും അദ്ദേഹത്തെ കബളിപ്പിക്കാൻ ചെയ്തായിരിക്കും, അതോ ഇങ്ങനെ ചോദിച്ച്? അത് ചിലപ്പോ അങ്ങനെ ആയിരിക്കും, കബളിപ്പിക്കാനായിരിക്കും. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയത്തില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇതെനിക്ക് വീടിന്റെ പണിയൊക്കെ നടക്കുന്ന 50,000 രൂപ വേണോന്ന് പറഞ്ഞ് അത് എല്ലാ മാസവും വേണമെന്ന് അവര് കൊടുക്കാന്ന് പറഞ്ഞ 15,000 രൂപയെന്ന് അങ്ങനെയൊക്കെയാണ് വിജിലൻസിന്റെ അടുത്ത് പറഞ്ഞ് പിടിക്കുന്നത്. അത് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇത് നമ്മൾക്ക് ഈ നിയമം എന്ന് പറഞ്ഞ നിയമപാലകരെ വിശ്വസിച്ചില്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്? അവരൊക്കെ അഴിമതി കാണിച്ചാൽ നമ്മളെപ്പോലുള്ളവർക്ക് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റും? ബുദ്ധിമുട്ടാവത്തില്ലേ? അത് ബുദ്ധിമുട്ടാകും. എന്തായാലും വിഷമം. സമീപ പ്രദേശത്ത് ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞതിൽ വിഷമമുണ്ട് തീർച്ചയായിട്ടും. അതും വന്ന് ഞങ്ങളുടെ അടുത്ത് ഒരു പോലീസുകാരൻ വന്ന് താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു സന്തോഷമായിരുന്നു. ഞങ്ങളോടെല്ലാം വലിയ സ്നേഹമായിരുന്നു. അപ്പൊ അങ്ങനെ പോയിട്ടുണ്ട്. ഇന്നലെ 2 ദിവസത്തിന് മുമ്പേ ഇവിടെ വന്ന് സംസാരിക്കും. ഞങ്ങൾ വന്ന ഉടനെ എന്നെ വിളിക്കും, എന്തുണ്ടെന്നൊക്കെ ചോദിക്കും. സ്നേഹമായിട്ട് സംസാരിച്ചാൽ പോകും. ഇത്രയേ ഉള്ളൂ. 2 വർഷത്തിന് മുകളിലായി ഈ വീട് പണി കഴിപ്പിച്ച് തുടങ്ങിയിട്ട്. ഏതാണ്ട് പൂർത്തിയായതാണ്. അടുത്ത മാസമാണ് ഇവിടെ അതിന്റെ ചടങ്ങുകൾ നടന്ന്, പാലുകാച്ചൽ ചടങ്ങ് നടന്ന് അകത്ത് കയറാൻ ഇരിക്കുകയാണ്. ഈ വീടിനകത്ത് വലിയ സൗകര്യമുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതാണ്ട് 2 AC-യോളം ഫിറ്റ് ചെയ്തിരിക്കുന്നു. അതേ കണക്ക് തന്നെയാണ് നിരവധി കാര്യങ്ങൾ. എന്തായാലും വളരെ അധികം കരുതൽ പാലിക്കേണ്ട, നമ്മുടെ ജനങ്ങളെല്ലാം ആശ്വാസമാകുന്ന ഒരു യൂണിഫോമിൽ ഇരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ അടുത്ത് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ അവകാശങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് നീതി മേടിക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മൾ സമീപിക്കുന്നത് ഈ പോലീസ് ഓഫീസർ അടുത്താണ്. ആ SHOമാർ, നമ്മുടെ സ്റ്റേഷനിലെ SHOമാർ നീതിപൂർവമായിട്ടല്ല അവർ കൈകാര്യം ചെയ്യുന്നെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. പല SHOമാരെ നമുക്കറിയാൻ പറ്റും. എല്ലാവരും അത്തരത്തിലുള്ളവരല്ലെങ്കിലും സൗന്ദര്യവതികളായ യുവതികളൊക്കെ ചെന്ന് കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ ഭർത്താക്കന്മാർക്കെതിരെ എന്തെങ്കിലും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവര് അതിന്റെ നീതിപൂർവമായിട്ട് പരിഗണിക്കാതെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ കേൾക്കാതെയോ അതിന് എതിരായിട്ട് ഈ ഭർത്താക്കന്മാരെ ഒക്കെ ഹറാസ്മെന്റ് ചെയ്യുന്ന പല ആവർത്തികളും പല കാര്യങ്ങളും ഈ പല SHOമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ അഴിമതി, ഇത്തരം കൈക്കൂലിപ്പണങ്ങൾ. ഇത് മലിനജലമാണ്. മലിനജലം കൊണ്ട് ഒഴുക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇവരെ ഡിവൈഎസ്പി പോലൊരു ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുക്കുകയാണെങ്കിൽ ഈ രാത്രി കാലങ്ങളിൽ കൊണ്ടുവന്ന് മലിനജലം ഏത്
സ്ഥലത്തും എവിടെ അവർക്ക് ഒഴുക്കിവിടാം. അവർക്ക് നമ്മൾ പോലീസിൽ പരാതിപ്പെട്ട് വാഹനം പിടിച്ചുകൊണ്ട് പോയാലും എത്രയും വേഗം തന്നെ അവർ ഇറങ്ങിപ്പോവും. പക്ഷെ ഇത്തരത്തിലൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ തീർച്ചയായിട്ടും അവരെ സർവീസിൽ ഇരിക്കാൻ പാടില്ല, അവരെ സസ്പെൻഡ് ചെയ്യുകയോ പിരിച്ചുവിടുകയോ ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ അവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ മകൻ നമ്മളോട് പറഞ്ഞത് ഇത് വിജിലൻസുകാര് കുടുക്കിയതാണ്, അവർ തന്നെ കൊണ്ടുവന്ന കാശാണ്, അവർ കൊണ്ടുവന്ന പണം കൊടുത്തിട്ടാണ് ഇത്തരത്തിൽ അവർ പരിശോധന നടത്തി അകത്താക്കിയത് എന്നാണ് നമുക്ക് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സമീപ പ്രദേശവാസികളെല്ലാം അദ്ദേഹത്തെ കുറിച്ച് നല്ലതായിട്ടാണ് പറഞ്ഞത്. ആരും ജോലി സംബന്ധമായിട്ടല്ല, പ്രദേശവാസികളൊക്കെ നല്ല രീതിയിലാണ് ഇടപെടുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ എന്തായാലും ഇത്തരത്തിൽ കൈക്കൂലികൾ മേടിച്ചുകൊണ്ട് സ്വന്തം ജോലി ചെയ്താൽ തന്നെ നല്ല ഒരു ശമ്പളം കിട്ടുന്ന ഒരു ഉദ്യോഗം തന്നെയാണ് അദ്ദേഹം ഡിവൈഎസ്പി ഇരിക്കുമ്പോൾ. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തി പൊതുജനങ്ങളോട് നീതിപൂർവമായിട്ടും യുക്തിപൂർവമായിട്ടും പെരുമാറിയില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ആശ്രയിക്കേണ്ട ഈ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ആദ്യം പോയി ആശ്രയിക്കുന്നത് ഈ പോലീസ് സ്റ്റേഷനിലെ SHOമാരാണ്. SHOമാരുൾപ്പെടെ മുകളിലോട്ടുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം നീതിപൂർവമായിട്ട് പെരുമാറിയെങ്കിൽ ഈ പാവപ്പെട്ട ജനങ്ങളാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരം വാങ്ങിയിട്ടാണ് അദ്ദേഹം ഇത്തരക്കുള്ള മണിമന്ദിരങ്ങൾ മണിമാളികളൊക്കെ കെട്ടുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ശരിയല്ല. ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ സർവീസുകളിൽ ഇരിക്കുന്നത് ശരിയല്ല, അവരെ പിരിച്ചുവിടുക തന്നെ വേണം. അതല്ല അദ്ദേഹത്തിന് ഇത്തരം വിജിലൻസുകാരോ മറ്റാരെങ്കിലും അദ്ദേഹത്തെ കുടുക്കുകയാണ്, അദ്ദേഹം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, അത്തരം സംഭവങ്ങൾ യാദൃച്ഛികമാകാം, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയല്ല. അയാൾ നിസ്സാരമായിട്ടുള്ള അയാൾ വർഷങ്ങളായിട്ട് അദ്ദേഹം താഴ്ന്ന പദവിയിൽ നിന്നും ഉയർന്നു വരുന്ന ഉദ്യോഗസ്ഥനായിരിക്കും. നിരവധി ഏതാണ്ട് അദ്ദേഹം റിട്ടയർഡ് ആവാൻ അധികം വർഷമില്ല, അപ്പോൾ ഏതാണ്ട് 10-30 വർഷങ്ങൾക്ക് മുകളിൽ തന്നെ പരിചയമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇത്തരം കാശുകൾ ഇത്തരം പൈസകൾ മേടിച്ചുകൊണ്ട് ഇത്തരം സ്വന്തമായിട്ട് ശമ്പളം കൊടുക്കുന്നത് കൂടാതെ അനധികൃതമായിട്ട് നിരവധി ഉദ്യോഗസ്ഥന്മാർ അത്തരം ചെയ്യുന്നവർ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ അവർക്ക് കൈക്കൂലി കൊടുത്തേ പറ്റത്തുള്ളൂ. ആ സംവിധാനം തന്നെ ഉടച്ചു വാർക്കണം. പുതിയ ആഭ്യന്തരമന്ത്രിയാണ്, പുതിയ വിജിലൻസ് മേധാവികൾ എത്തുന്നു, അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം. ഇത് തുടർന്ന് പോകാതിരിക്കാൻ ഇത്തരം അഴിമതികൾ നടത്തി അനധികൃതമായിട്ട് സാധാരണക്കാരൻ ജനങ്ങളിൽ നിന്നും പൈസകൾ വാങ്ങി കൂട്ടുന്നവരെയൊക്കെ എന്തായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അത്തരം ഉദ്യോഗങ്ങൾ പിന്നീട് അവർക്ക് ജോലി തുടർന്നു പോകാൻ കഴിയരുത്. അതേപോലെ തന്നെ SHOമാരുൾപ്പെടെയുള്ള എല്ലാവരും നീതിപൂർവവും അതിന്റെ യുക്തിപൂർവവുമായിട്ട് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായിട്ട് നിയമങ്ങൾ നടപ്പിലാക്കണം. അല്ലാതെ അവരുടെ വ്യക്തിപരമായ ആളെ കണ്ടുകൊണ്ടല്ല ആരും പരാതി കൊടുക്കുന്നത്. ആ യൂണിഫോമിന്റെയും നിയമത്തിന്റെയും പിൻബലത്തിൽ, ഭരണഘടനയുടെയും നിയമത്തിന്റെ ഒക്കെ പിൻബലത്തിലാണ് എല്ലാവരും ഒരു പരാതിയുമായിട്ട് സ്റ്റേഷനിൽ ചെല്ലുന്നത്. അതിന് നീതിപൂർവ്വം യുക്തിപൂർവമായിട്ടുള്ള നടപടികളാണ് വേണ്ടുന്നത്. അല്ലാതെ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരെ ബുദ്ധിമുട്ടിക്കുക, അവർക്ക് ആരാണോ പൈസകൾ കൊടുക്കുന്നത് അവർക്ക് വേണ്ടി നീതി നടപ്പാക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കപ്പെടണം. അതെന്തായാലും ഇനിയെങ്കിലും പുതിയ മന്ത്രിമാരും പുതിയ ആഭ്യന്തരമന്ത്രിയൊക്കെ അതിനുവേണ്ടി നടപ്പിലാക്കട്ടെ. മലയാളി വാർത്ത, രാംഭദ്രൻ.